അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ മുസ്തഫി യാക്കോട്ടാണ്. എന്തൊക്കെ വിശേഷങ്ങളൊക്കെ റാഹത്തല്ലേ? നോമ്പ് കഴിയാനായി തുടങ്ങിയല്ലോ. അല്ലാഹു തആല പരിശുദ്ധ റമദാൻ നമുക്ക് അനുകൂലമാക്കി സാക്ഷി നിർത്തി തരട്ടെ. ഈ റമദാൻ അല്ലാഹു അവസാനത്തതാക്കാതിരിക്കട്ടെ. നമ്മളെല്ലാ പ്രവർത്തനവും അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മുടെ സ്ഥാപനം 618 യതീമായ മക്കള്, 240 ഹാഫിലീങ്ങൾ ഒക്കെയുള്ള ഒരു വലിയ സംവിധാനമായിട്ട് നിങ്ങളുടെയൊക്കെ സേവന പ്രവർത്തനം കൊണ്ട് അൽഹംദുലില്ലാഹ് നമുക്കത് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഒക്കെ കബൂൽ ചെയ്യട്ടെ. നാളെ ആഖിറത്തിലേക്കുള്ള സ്വത്താക്കി അള്ളാഹു മാറ്റിത്തരട്ടെ. അൽഹംദുലില്ലാഹ്, റമദാൻ നമ്മളെ എല്ലാ പ്രവർത്തനവും സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടും എല്ലാവരും നമ്മൾ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും ഖിദ്മത്തുകളും ഒക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഞാനിപ്പോൾ ഈ വോയിസ് ഇടുന്നത് നമ്മൾ അൽഹംദുലില്ലാഹ് യതീമായ മക്കൾ അവരുടെ പെരുന്നാളിനുള്ള ഡ്രസ്സ്, കാര്യങ്ങൾ, ഭക്ഷണം, എല്ലാ കാര്യങ്ങളും അൽഹംദുലില്ലാഹ് മക്കൾക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ 240 യതീം ഹാഫിലിങ്ങൾ ഇപ്പം നമ്മളെ സ്ഥാപനത്തിലുണ്ടല്ലോ. ഈ നോമ്പ് കഴിയുമ്പോൾ ഒരു 90 ഹാഫിലിങ്ങൾ കൂടി ഇവിടെ അഡ്മിഷൻ കൊടുക്കും. ഇപ്പോൾ 300 ചില്ലാന ഹാഫിലിങ്ങളാവും. അപ്പോൾ ഒരു വർഷത്തെ അവരുടെ ഭക്ഷണം, പഠനം, ഈ വകയിൽ നമുക്ക് 1,80,00,000 റുപ്യയാണ് നമുക്ക് ചിലവ് വരുന്നത്. അപ്പം നമ്മളത് റമദാൻ അവസാനത്തോട് അടുക്കുകയാണല്ലോ. 27 രാവ് ലൈലത്തുൽ ഖദറാവാൻ ഏറ്റവും സാധ്യതയുള്ള രാവല്ലേ. ഇബ്നു അബ്ബാസ് തങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ രാത്രി ഒരു 1000 റുപ്യൻ്റെ ചലഞ്ച് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. 1,100 റുപ്യയുടെ ഒരു ചലഞ്ച് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രവർത്തകർ ഇൻഷാ അല്ലാഹ്, നമ്മൾ ഇസ്ലാമിക് സെൻ്ററിൻ്റെ പ്രവർത്തകർ ചേർന്നിട്ട് നമ്മളെല്ലാവരും കൂടി ഒന്ന് വർക്ക് ചെയ്താൽ ഇൻഷാ അല്ലാഹ് അതൊരു പരിപാടി മുന്നോട്ടുണ്ടാകാൻ നമുക്ക് കഴിയും. അപ്പം അത് നമ്മളെല്ലാവരും ഏറ്റെടുക്കുക, നിങ്ങളെല്ലാവരും ഏറ്റെടുക്കണം. മറ്റ് ബോക്സും പ്രവർത്തനങ്ങളും ഒക്കെ ഏറ്റെടുത്തതുപോലെ ഇതൊന്ന് ഏറ്റെടുക്കുക ഇൻഷാ അല്ലാഹ്. ഇത് ഈ അവസാനത്തെ 10 ഖുർആന് നമ്മൾ ചെയ്യുന്നൊരു ഖിദ്മത്തായിരിക്കും. ഏറ്റവും വലിയ സ്വതക്ക കൂലി ഇൽമിന് ചെയ്യലാണോ, ഇൽമിന് കൊടുക്കുന്ന സ്വതക്കാണ്. അത് തന്നെ ഒരു ആലിമിനോട് ഹാഫിള ആയ ആലിമീങ്ങളായ മക്കൾക്കാവുമ്പോൾ ഭയങ്കര കൂലിയല്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെ പരിചയത്തിലും കുടുംബത്തിലും നമ്മളെ ഉമ്മ, ഉപ്പ, ഭാര്യ, കുടുംബങ്ങളിലൊക്കെ ഉള്ള 1,100 റുപ്യ തരാൻ പറ്റാവുന്ന ഒരു 15-ൽ കുറയാത്ത ആളുകളുടെ ലിസ്റ്റ് നമ്മളിപ്പോൾ തന്നെ തയ്യാറാക്കും. അത് തയ്യാറാക്കി കഴിഞ്ഞിട്ട് ആ 15 ആളുകൾ നമ്മൾ വിളിച്ചിട്ട് പറയാം, ഇങ്ങനെ നമ്മളെ സ്ഥാപനം നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പരിചയപ്പെടുത്തേണ്ടല്ലോ, അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഹിഫ്ള്